Watch India's largest kids library only on Jio Hotstar. Download the app now. എന്റെ മോട്ടു ആ 10 എവിടെ പോയി? രാവിലെ തന്നെ ചിങ്കം സാർ അവനെ ബൈക്കിൽ ഇരുത്തിക്കൊണ്ട് എങ്ങോട്ടാ പോയതെന്ന് അറിയില്ല. നിന്റെ ഈ കഴുതയുണ്ടല്ലോ പറയുന്നത് പോലെ തന്നെ എല്ലാം ചെയ്യില്ലേ? അതെ, ഇത് സർക്കസിലെ ട്രെയിൻഡ് കഴുതയാണ്. എല്ലാം ചെയ്യും. നിങ്ങളൊന്ന് കണ്ടു നോക്ക്. പിന്നെ ചേട്ടാ, 2 ചായയും 2 പ്ലേറ്റ് സമോസയും. 2 ആർക്കാ? ഒന്ന് എനിക്കും പിന്നെ ഒന്നെന്റെ അനിയനും. ഇതാ പിടിച്ചു. ഇന്ന് അനിയ കഴിക്ക്. എന്റെ ചേട്ടന്മാരെ, നിങ്ങൾ ഇങ്ങനെ അതിശയപ്പെടല്ലേ. ഇന്നലെ വരെ എന്റെ അനിയനും ഓക്കെ ആയിരുന്നു. പക്ഷെ ഇന്നലെ ആ മലയുടെ മണ്ടയ്ക്ക് പോയതോടെ ഒരു കഴുതയായി മാറി. കേട്ടിട്ടുണ്ട് അവിടെ ഏതോ ഒരു മന്ത്രമുണ്ടെന്ന്. ആരവിടെ പോയാലും ഒരു കഴുതയായി മാറുമെന്ന്. അതേന്ന്. എന്റെ അനിയൻ ഇനി എങ്ങനെ ശരിയാകുമെന്ന് ഒരു ഐഡിയയും ഇല്ല. ഇവൻ നല്ലൊരു ഡാൻസറാണ്. ഇനി ഇവൻ എങ്ങനെ ശരിയാവണേ ആർക്കറിയാം. എന്തിനാ നീ ആ മലയോരത്ത് പോയത്? ഞാൻ വേണ്ടെന്ന് പറഞ്ഞതല്ലേ. ഒരു തവണ മോട്ടു ആ കാര്യം വിശ്വസിച്ചാ മാത്രം മതി. ആ മലയിലേക്ക് പോകുന്നവരെല്ലാം കഴുതകളായിട്ട് മാറുമെന്നുള്ളത് പിന്നെ ആ മലയിലേക്ക് അവൻ പോവുകയേ ഇല്ല. അപ്പൊ നമ്മൾ ചെയ്ത മോഷണത്തിന്റെ സാധനങ്ങളെല്ലാം അവിടെ കൊണ്ടുപോയി സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാ. മോട്ടു കേട്ടോ, നഗരത്തിന്റെ പുറത്തുള്ള മലയിൽ സ്മഗ്ലേഴ്സ് വന്നിട്ടുണ്ടെന്ന് ഞാൻ കേട്ടു. അവരെ അന്വേഷിക്കാൻ വേണ്ടി ഞാൻ പത്ലുവിനെ പറഞ്ഞയച്ചിട്ടുണ്ട്. അവരെ പത്ലു കണ്ടതിന് ശേഷം അവൻ എന്നെ ഫോണിൽ വിളിച്ച് പറയും. ഞാൻ പോലീസ് പടയോടെ ചെന്ന് അവരെ പിടിച്ചിരിക്കും. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. എന്ത്? പത്തലൂര് നഗരത്തിന്റെ പുറത്തുള്ള മലയിൽ വിട്ടെന്നോ? അവിടെ പോയ കഴുതയായി പോവല്ലോ. എനിക്ക് അവനെ രക്ഷിച്ചേ പറ്റൂ. ചിങ്കം സാറേ, ഇതെന്താ എന്റെ കണ്ണിന്റെ പുറത്തിരിക്കണ? ഇതിപ്പോ എവിടുന്നാ കയറി വന്നിരിക്കുന്നത്? ഞാനിതാ എത്തിപ്പോയി. ഇല്ല, എന്റെ ദൈവങ്ങളെ, എന്റെ കൂട്ടുകാരനെ നിങ്ങൾ കഴുതിയാക്കിയോ? എന്റെ പത്തിലോ, നീ എന്തിനാ ഇവിടെ തനിച്ച് വന്നത്? എന്നെ വിളിച്ചോണ്ട് വന്നാ പോരായിരുന്നില്ലേ? ഇനി ഞാൻ എങ്ങനെയാ നിന്നെ ശരിയാക്കുക? ഈ മനുഷ്യൻ ഭയങ്കര ഇമോഷണൽ ആണെന്ന് തോന്നുന്നു. എന്തിനാന്ന് കരയണമെന്ന് മനസ്സിലാവുള്ളല്ലോ. പത്തലു, എന്റെ കുട്ട, വരൂ, വീട്ടിലോട്ട് വരൂ. നിന്നെ പഴയതുപോലെ ആക്കിയെടുക്കാനുള്ള ശ്രമം ഞാൻ നോക്കാം. ഒരു പിടി കിട്ടണല്ലോ എങ്ങോട്ടാ കൊണ്ടുപോകാൻ പോണേന്ന്. ശരി, പോയി നോക്കാം. പത്തലു, വരൂ പത്തലു, വരൂ. ഇത് ഡിന്നർ ടൈമാണ്. നോക്ക്, ഞാൻ നിനക്ക് വേണ്ടി എന്തൊക്കെയാ ഉണ്ടാക്കി വെച്ചതെന്ന്. കഴിക്ക്.
ഇങ്ങേര് നല്ല മനുഷ്യനാന്ന് തോന്നുന്നു. വാ കുറച്ചു നേരത്തേക്ക് ഇങ്ങേരെ സന്തോഷിപ്പിക്കാം. ഇത് കണ്ടില്ലേ, പൂരി, ബാജി, ചട്നി, പിന്നെ അച്ചാറും. എടോ ഞാനൊരു കഴുതയാണ്, മനുഷ്യനല്ല. ആരെങ്കിലും ഇങ്ങേരൊന്ന് പറഞ്ഞു മനസ്സിലാക്കുവോ? എന്തു പറ്റി? എന്താ നിനക്ക് പുല്ല് വേണമെന്നോ? ഓ ഞാൻ മറന്നുപോയി, നീ ഇപ്പൊ കഴുതയാണല്ലോ, അപ്പൊ പുല്ലല്ലേ കഴിക്കൂ. കുഴപ്പമില്ല, ഇപ്പൊ ഞാൻ എടുത്തോണ്ട് വരാം പുല്ല്. ദേ നല്ല പച്ച പുല്ല് എന്റെ പത്ലുവിന് കഴിക്കാൻ വേണ്ടി. പത്ലു ചെന്ന് ഉറങ്ങിക്കോ. നമുക്ക് നാളെ ഡോക്ടർ ജഡ്കേന്റെ അടുത്ത് പോയി ചോദിക്കാം ഇതിൽ നിന്ന് നിന്നെ എങ്ങനെ രക്ഷിക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ആദ്യമായിട്ടാണ് ഒരു കിടക്കെ കിടക്കാൻ പറ്റണത്. കിടക്കെ തന്നെയാണ് കിടക്കേണ്ടത്. എന്താ പത്ലു ഈ കാണിച്ചത്? ഓ നിനക്ക് കട്ടിലേല് കിടക്കണോ അല്ലേ? ഒരു കുഴപ്പമില്ല. ഓക്കെ ഓക്കെ, നീ മോളിൽ കിടന്നോ, ഞാൻ താഴെ കിടന്നോളാം. ഓക്കെ. പത്ലു രാവിലെ എഴുന്നേറ്റോണ്ട് ബ്രഷ് ചെയ്യണം. ഓക്കെ. ഇത് വലിയ ശല്യായല്ലോ, ഒന്നും പോവാണ്ട്. ഇത് വലിയ ശല്യായല്ലോ. കുറച്ചുകൂടെ. അങ്ങനെ തന്നെ. മതി 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 മതി. ഇനി വേഗം ചെന്ന് പാന്റ് ഷർട്ട് വിട്ടേ, നമുക്ക് ഡോക്ടറും ചെല്ലേ. പാന്റ് ഷർട്ട് ഇല്ല, ഇനി ഒരു പിടിയും കിട്ടണില്ല. ഇവൻ ഇനി എന്നെ കൊണ്ട് എന്തൊക്കെയാ ചെയ്യിക്കാൻ പോണെന്ന്. മോനെ ഓടിക്കോടാ. പത്ലു നിക്കേ, പത്ലു. അതെ പത്ലു, ഫോട്ടോനെ വിട്ട് പോവല്ലേടാ. ഐഡിയ. എന്റെ സൈക്കിൾ. അയ്യോ കള്ളൻ കള്ളൻ കള്ളൻ, അവിടെ നിൽക്കണോ? എന്റെ സൈക്കിളെ കൊണ്ട് പോടാതോ. എന്റെ പത്ലു അവിടെ നിൽക്കേ. ഏയ് കള്ളൻ കള്ളൻ പിടിക്കൂ, എന്റെ കയറും കൊണ്ട് നീ ഇത് എങ്ങോട്ടാ പോകുന്നേ? സോറി ആന്റി, ഞാൻ നിങ്ങളുടെ കയറ് തിരിച്ചു തന്നേക്കാം. എനിക്കിപ്പോ എന്റെ കൂട്ടുകാരനെ പിടിക്കാനുള്ളതാ. പത്ലു പോവല്ലേ. പത്ലു. എന്റെ മുതുകത്ത് കയറി ഇരിക്കുവാടാ, ഇപ്പൊ ശരിയാക്കി തരാം. പത്ലു നിക്കേ. എന്റെ അമ്മോ പത്ലു, താൻ ഇന്നലെ തൊട്ട് ഫോൺ ചെയ്തില്ല. എന്താ പറ്റിയത്? ഓഹോ, തല വെട്ടി പൊളിയുന്നത് പോലെ തോന്നുന്നു ചിങ്കം സാറേ. ഞാൻ ഈ കുന്നിന്റെ മുകളിൽ കയറിയതാ, അവിടുന്ന് തെന്നി താഴെ വീണു. അപ്പ ബോധം പോയതാ. രാത്രി മുഴുവൻ യാതൊരു ബോധം ഉണ്ടായിരുന്നില്ല. എന്റെ കണ്ണട എവിടേക്കാ പോയത്? പത്ലു അത് കണ്ടോ? സ്മഗ്ലേഴ്സ് സാധനങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നത് കണ്ടില്ലേ നീ? എന്താണത്? അവരോടൊപ്പം ആ കള്ളൻ ജോണും ഉണ്ട്. വരൂ സാറേ, നിങ്ങളിപ്പോ അവരെ അറസ്റ്റ് ചെയ്യേണ്ട സമയം എത്തിക്കഴിഞ്ഞു. പത്ലു 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 നിക്കേ. എന്റെ കൂട്ടുകാരാ, നീ പേടിക്കണ്ട, ഞാൻ നിന്നെ ശരിയാക്കിക്കോളാം. സോറി സാറന്മാരെ, സോറി. എന്റെ പത്ലു, നീ ഒന്ന് അടങ്ങ് പത്ലു. നിനക്ക് ഒരിക്കൽ കൂടി മനുഷ്യനാകാൻ പറ്റുന്നേ, എന്നെ വിശ്വസിക്കും പത്ലു. അത് കണ്ടോ? നമ്മളെ സഹായിക്കാൻ വേണ്ടി മോട്ടും അങ്ങോട്ട് വന്നിട്ടുണ്ട്. വന്നേ, നമുക്ക് അവനോടൊപ്പം കൂടാം. വെരി സോറി. എന്റെ പത്ലു, കണ്ടില്ലേ നീ കാരണം ആൾക്കാരൊക്കെ എന്തുമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നെന്ന്. ഇവരെ വേഗം പിടിക്ക്, രക്ഷപ്പെടാൻ അനുവദിക്കരുത്. The name is ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. എംപോസിബിൾ. കലക്കി മോട്ടു, നീ അടിച്ച് തകർത്തു. എങ്ങനെ തകർക്കേണ്ടത് കാണിച്ചാൽ അമ്മോ
എന്റെ അമ്മോ, ഞാൻ നിന്റെ സൈഡിലല്ലേ മോട്ടു. നീ എന്താ എന്നെ തല്ലിയത്? മോട്ടു നീ എന്തായി ചെയ്യുന്നത്? പത്ലു എന്റെ മുതുക് പിടിച്ചിട്ട് നീ ഇറങ്ങി പോണോ? ബല്ലെ 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 പത്ലു നീ ശരിയായല്ലടാ. എനിക്ക് സന്തോഷായി. മോട്ടു എന്തൊക്കെയാ ഈ സംഭവിക്കുന്നത്? അത് വലിയൊരു കഥയാണ്. തിരിച്ചു വന്നിട്ട് പറയാം. അപ്പൊ ഇവനാണ് പത്തലു. അപ്പൊ ഇവൻ കാരണമാണ് ഞാൻ ഈ കഷ്ടപ്പാടൊക്കെ അനുഭവിക്കേണ്ടി വന്ന. ഇവനെ മോട്ടുവിന്റെ അടുത്ത് എത്തിച്ചേ പറ്റൂ. ഇന്നാ പിടിച്ചോ. ആരും അവിടുന്ന് അനങ്ങി പോകരുത്. മോട്ടുപത്തില് വരുന്നത് വരെ നിങ്ങൾ അവിടെ തന്നെ നിൽക്കണം. നിങ്ങൾ ഇവിടെ ഇരിക്കെ, ഞാൻ ദേ ഇപ്പൊ പോയിട്ട് വരാം. Watch India's largest kids library only on Jio Hotstar. Download the app now.